നമസ്കാരം. ലോകമൊട്ടുക്ക് ആകാശങ്ങൾ കീഴടക്കി ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം ബ്രഹ്മോസ് മിസൈലുകൾ ചീറിപ്പായുകയാണ്. ബ്രഹ്മോസ് മിസൈൽ സാങ്കേതിക വിദ്യയുടെ 23 വർഷത്തെ നാഴികക്കല്ലുകൾ അയവിറക്കി രാജ്യം ആഘോഷത്തേരിലാണ്. ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ കരുത്തൻ മിസൈലിനായി ക്യൂ നിൽക്കുകയുമാണ്. പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിലെ തകർപ്പൻ നിമിഷം തന്നെയായിരുന്നു ബ്രഹ്മോസ് മിസൈലിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം. വിജയകരമായി ആ വിക്ഷേപണം നടന്നതോടെ ഇന്ത്യക്ക് ശുക്രനുദിച്ചു എന്ന് തന്നെ പറയാം. 2001 ജൂൺ 12-നാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ചാന്ദിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചത്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഒരു പുതിയ യുഗത്തിന് അന്ന് തുടക്കം കുറിക്കുകയായിരുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള അസാധാരണമായ സഹകരണത്തിന്റെ ഫലമാണ് ബ്രഹ്മോസ് മിസൈൽ. ബ്രഹ്മപുത്ര, മോസ്കോ നദികളുടെ പേരിലുള്ള ബ്രഹ്മോസ് പദ്ധതി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെയും സാങ്കേതിക സഹകരണത്തിന്റെയും പ്രതീകമാണ്. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെയും റഷ്യയുടെ NPO മഷിനോസ്ട്രോയിനിയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസ് ആണ് ഈ മിസൈൽ വികസിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മോസ് മിസൈലിന്റെ മികച്ച പ്രകടനം ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ നൂതന സാങ്കേതിക കഴിവുകളുടെ ഒരു പ്രദർശനം തന്നെയാണ്. പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും നടത്തിയ കഠിനമായ ഗവേഷണത്തിന്റെയും വികസനത്തിന്റെയും പരീക്ഷണ ശ്രമങ്ങളുടെയും ഒരു സാക്ഷ്യമായിരുന്നു വിജയകരമായ ആ വിക്ഷേപണം. ബ്രഹ്മോസിന്റെ സാങ്കേതിക മികവാണ് എപ്പോഴും മിസൈലിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നത്. ബ്രഹ്മോസ് അതിന്റെ വൈവിധ്യത്തിനും കൃത്യതയ്ക്കും പേരുകേട്ടതാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന നിലയിൽ ഇതിന് മാക് 2.8 മുതൽ 3.0 വരെ വേഗതയുമുണ്ട്. ഇത് ആധുനിക യുദ്ധത്തിൽ മിസൈലിനെ ഒരു ശക്തമായ ആയുധമാക്കി മാറ്റുന്നുണ്ട്. കര, കടൽ, വായു എന്നിങ്ങനെ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാനുള്ള മിസൈലിന്റെ കഴിവ് അതിന്റെ തന്ത്രപരമായ മൂല്യം വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന കൃത്യതയും വിവിധ പോർമുനകൾ വഹിക്കാനുള്ള കഴിവും അതിന്റെ പ്രവർത്തന ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രഹ്മോസിന്റെ പ്രധാന സവിശേഷതകൾ ആയുധത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മിസൈലിന്റെ മാക് 2.8 മുതൽ 3.0 വരെയുള്ള വേഗത സബ്സോണിക് ക്രൂയിസ് മിസൈലുകളെക്കാൾ 3 ഇരട്ടി വേഗത്തിലാക്കുന്നു. മിസൈലിന്റെ പരിധി പരിശോധിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ 290 കിലോമീറ്റർ വരെ ആയിരുന്നു. പിന്നീട് 450 കിലോമീറ്റർ വരെ നീട്ടി. ഭാവി പതിപ്പുകൾ 600 കിലോമീറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി പേലോഡിലേക്ക് വരികയാണെങ്കിൽ 300 കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു പരമ്പരാഗത വാർഹെഡ് വഹിക്കാൻ കഴിയും. ലോഞ്ച് പ്ലാറ്റ്ഫോമുകൾ നോക്കിയാൽ ലാൻഡ് അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറുകൾ, നാവിക കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ എന്നിവയുണ്ട്. എന്തായാലും ബ്രഹ്മോസ് ഇന്ത്യയുടെ ഒരു മുഖമുദ്ര തന്നെയാണ്, ഒരു ഐഡന്റിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ബ്രഹ്മോസിന്റെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് കാര്യമായ നവീകരണത്തിന് വിധേയമാക്കിയിട്ടുമുണ്ട്. എയർ ലോഞ്ച് വേരിയന്റായ ബ്രഹ്മോസ് എയുടെ ആമുഖം അതിന്റെ പ്രവർത്തന വ്യാപ്തി വിപുലീകരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ വിവിധ കപ്പലുകളുമായി സംയോജിപ്പിച്ചിരിക്കുന്ന മിസൈൽ ഇന്ത്യയുടെ തീരദേശ പ്രതിരോധത്തിന്റെ നിർണായക ഘടകമാണ്. ഭാവി പദ്ധതികളിൽ അതിന്റെ റേഞ്ച് വർദ്ധിപ്പിക്കുന്നതും മിസൈൽ സാങ്കേതിക വിദ്യയിൽ അതിന്റെ മുൻതൂക്കം നിലനിർത്താൻ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുന്നതും ഉണ്ട്. നോക്കൂ, ബ്രഹ്മോസ് ഒരു മിസൈൽ മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്ന തന്ത്രപ്രധാനമായ സ്വത്താണ് അത്. ഇത് സാധ്യമായ ഭീഷണികൾക്കെതിരായ ശക്തമായ പ്രതിരോധമായി പ്രവർത്തിക്കുകയും പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. മിസൈലിന്റെ വിജയം മറ്റ് തദ്ദേശീയ പ്രതിരോധ പദ്ധതികൾക്കും വഴിയൊരുക്കി. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ സ്വാശ്രയ ലക്ഷ്യത്തിന് സംഭാവന നൽകി. ബ്രഹ്മോസ് അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും മികവിന്റെ നിരന്തരമായ പരിശ്രമത്തിലൂടെയും കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതിയുടെ ഓർമ്മപ്പെടുത്തലാണ്. ബ്രഹ്മോസ് മിസൈൽ പുതുമയുടെയും ശക്തിയുടെയും പ്രകാശഗോപുരമായിട്ടാണ് നിലകൊള്ളുന്നത്. 2001 ജൂൺ 12-ന് അതിന്റെ വിജയകരമായ വിക്ഷേപണം പ്രചോദിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യത്തിന്റെ തുടക്കമാണ് കുറിച്ചത്. നമുക്കറിയാം, ഈ അടുത്താണ് ഇന്ത്യ ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് മിസൈൽ എത്തിച്ചത്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന് 2022-ലാണ് $375 മില്യൺ ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ കരാറിൽ ഒപ്പുവെക്കുന്നതും. അതുപോലെ തന്നെ മറ്റ് നിരവധി രാജ്യങ്ങൾ ബ്രഹ്മോസിനായിട്ട് ഇന്ത്യയെ സമീപിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യയുടെ തലയെടുപ്പ് തന്നെയാണ് ബ്രഹ്മോസ് എന്നതിൽ തർക്കമില്ല.